പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ജനുവരി മാസം 15-ാം തീയതി മകരം 2 ബുധനാഴ്ച നമ്മളുടെ വാർത്താ പ്രഭാതത്തിലേക്ക് കടക്കുമ്പോൾ പതിവ് പോലെ പ്രധാനപ്പെട്ട പത്രങ്ങളിലെ തലക്കെട്ടുകളും പ്രധാന വാർത്തകളും നമുക്കൊന്ന് ഓടിച്ചു നോക്കി വരാം. മലയാള മനോരമയിലും മാതൃഭൂമിയിലും എല്ലാ പത്രങ്ങളിലും ആദ്യത്തെ പേജിലെ ചിത്രം തീർച്ചയായും ഇന്നലത്തെ മകരവിളക്കിൻ്റെ ദർശനമാണ്. മനം നിറച്ച മകരദീപം എന്ന തലക്കെട്ടാണ് മലയാള മനോരമ നൽകിയിരിക്കുന്നത്. ദർശന പുണ്യമേകി എന്ന അടിക്കുറിപ്പാണ് മാതൃഭൂമി നൽകിയിരിക്കുന്നത്. പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിച്ചപ്പോൾ ശബരിമല സന്നിധാനത്ത് നിന്ന് ദർശിക്കുന്ന തീർത്ഥാടകർ എന്ന തലക്കെട്ടാണ്. മകരവിളക്ക് സംതൃപ്തിയോടെ ലക്ഷ്യങ്ങൾ എന്ന തലക്കെട്ടാണ് ദേശാഭിമാനി നൽകിയിരിക്കുന്നത്. സർവം ഭക്തിമയം, പൊന്നമ്പലമേട്ടിൽ തെളിഞ്ഞ മകരവിളക്ക് സന്നിധാനത്ത് തൊഴുകയോടെ ദർശിക്കുന്ന ഭക്തരെന്നാണ് മാധ്യമം നൽകിയിരിക്കുന്നത്. നമുക്ക് ഈ മകരവിളക്കുമായി ബന്ധപ്പെട്ട വാർത്തകൾക്കും അപ്പുറം പ്രധാനപ്പെട്ട ചില വാർത്തകൾ ഇന്നത്തെ പത്രങ്ങളിലുണ്ട്. നമുക്ക് മനോരമയിൽ തുടങ്ങിയാൽ, മനോരമയിൽ കർശന നിലപാടുമായി ഹൈക്കോടതി ഇന്നലെ ബോബി ചെമ്മണ്ണൂരിനെ ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള വിധിന്യായത്തിൽ നിലപാട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശരീരത്തെ വിധിക്കരുത് എന്നാണ് തലക്കെട്ട്. വളരെ കൃത്യമാണ്. തടിച്ചത്, മെലിഞ്ഞത്, കറുത്തത്, ഉയരം കുറഞ്ഞത്, ഇങ്ങനെയൊന്നും ഒരാളെയും അധിക്ഷേപിക്കാൻ നമുക്ക് അവകാശമില്ല. പരാമർശം ബോബി ചെമ്മണ്ണൂരിനെതിരെയുള്ള കേസിൽ. വാർത്ത ഞാൻ വായിക്കാം. ബോഡി ഷേമിംഗ് ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ലെന്ന കർശന നിലപാടുമായി ഹൈക്കോടതി. നടി ഹണി റോസിനെ ലൈംഗികമായി അധിക്ഷേപിച്ചെന്ന കേസിൽ ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം അനുവദിച്ച ഉത്തരവിലാണ് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണന്റെ പരാമർശം. ആ ഓർഡർ ഒന്ന് വായിച്ചു നോക്കേണ്ടതാണ്. കൃത്യമായും നമ്മളുടെ ജീവിതത്തിൽ പാലിക്കേണ്ടതുമാണ്. ഒരു വ്യക്തിയെ, ആ വ്യക്തിയുടെ ബോഡി ഷേമിംഗ് നടത്തി എന്തെങ്കിലും കുറവുള്ളതിൻ്റെ പേരിൽ, എന്തെങ്കിലും കൂടുതലുള്ളതിൻ്റെ പേരിൽ അങ്ങനെ നടത്താൻ പാടില്ല എന്നാണ് ഹൈക്കോടതിയുടെ വിധി. തടിച്ചതാണ്, മെലിഞ്ഞതാണ്, പൊക്കമില്ല, പൊക്കം കൂടുതലാണ്, ഇരുണ്ടതാണ്, കറുത്തതാണ് എന്നൊക്കെ ഒരാളുടെ ശരീരത്തെക്കുറിച്ച് പറയുന്നത് ഒഴിവാക്കണം. എല്ലാവർക്കും എന്തെങ്കിലും കൂടുതലോ കുറവോ ഉണ്ടെന്നും നാം മനസ്സിലാക്കണം. പലപ്പോഴും കല്യാണപ്പെണ്ണിനെയൊക്കെ കണ്ടുവന്നിട്ട്, അല്ലെങ്കിൽ കല്യാണമൊക്കെ കൂടി വന്നിട്ട് നാട്ടുകാർ ഒരുമിച്ചിരുന്ന് പറയുന്നത് നിങ്ങൾ കേട്ട് കാണും. നിങ്ങളുടെ വീട്ടിലൊക്കെ പലപ്പോഴും ഉണ്ടാവും, ഇതിരി നിറം പോരാ, ഇതിരി പൊക്കം കൂടുതലാ, പൊക്കം കുറവാ, ഇങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങൾ ഒഴിവാക്കണമെന്നാണ് ഹൈക്കോടതി പറയുന്നത്. അത്തരം പരാമർശങ്ങൾ ചിലപ്പോൾ നിങ്ങൾ നിർദോഷമായി പറയുന്നതാവാം, പക്ഷേ അത് കേൾക്കുന്നയാളുടെ മനസ്സിനെ നിങ്ങൾ ആലോചിക്കണം. കോടതി പറയുന്നു, അതാണ് ജീവിതം. നമ്മുടെ ശരീരം മാറും. ആർക്കെങ്കിലും, എല്ലാവർക്കും എന്തെങ്കിലും കൂടുതലോ കുറവോ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സുമൊക്കെ ജീവിതം പോകെ മാറും, സ്വഭാവം മാറും. മറ്റുള്ളവരെക്കുറിച്ച് കമൻറ്റ് പറയുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണമെന്നും ഹൈക്കോടതി പറഞ്ഞു. എല്ലാവരും ഓർമ്മിക്കേണ്ട പ്രധാന കാര്യം, നിങ്ങൾ ഒരു സ്ത്രീയെ അവരുടെ ബാഹ്യരൂപം കൊണ്ടാണ് വിലയിരുത്തുന്നതെങ്കിൽ അവരെയല്ല, നിങ്ങളെ തന്നെയാണ് നിർവചിക്കുന്നതെന്ന് അമേരിക്കൻ പ്രഭാഷകൻ ഡോക്ടർ സ്റ്റീവ് മറാബോലിയുടെ വാക്കുകൾ ഉദ്ധരിച്ചാണ് ജാമ്യ ഉത്തരവ് ആരംഭിക്കുന്നത്. ബോബിക്കെതിരെ പ്രഥമ ദൃഷ്ട്യാ കുറ്റം നിലനിൽക്കുമെന്ന് കോടതി വിലയിരുത്തി. ആ വാർത്തയ്ക്കൊപ്പം ഇന്നലെ നമ്മൾ റിപ്പോർട്ട് ചെയ്തൊരു വാർത്ത കൂടിയുണ്ട്. എന്താണെന്നറിയാമോ? മലപ്പുറത്തൊരു നവവധു ഇന്നലെ ആത്മഹത്യ ചെയ്തു. എന്താ കാരണം എന്നറിയാമോ? ആ നവവധുവിന് നിറം പോരായിരുന്നു അത്രേ. നിറത്തിന്റെ പേരിൽ ഭർത്താവിൽ നിന്ന് അവഹേളനം നേരിട്ടതായി പരാതിപ്പെട്ട നവവധുവിനെ സ്വന്തം വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ഭർത്താവിന്റെ മാനസിക പീഡനം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ബന്ധുക്കൾ നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തു. നിറത്തിന്റെ പേരിൽ അവഹേളനം നടത്തുക, അതിന്റെ പേരിൽ ഒരാൾ ജീവനൊടുക്കാൻ തീരുമാനിക്കുക, അവിടെയാണ് ഈ ഹൈക്കോടതി വിധി ശ്രദ്ധേയമാകുന്നത്. വളരെ പ്രധാനപ്പെട്ട വിധിയാണ്. ആ വിധി പുറപ്പെടുവിച്ചത് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണനാണ്. പ്രിയപ്പെട്ടവരെ, മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുള്ളത്, വെടിനിർത്തൽ രേഖ ഹമാസ് അംഗീകരിച്ചിട്ടുണ്ട്. ദോഹയിൽ നടന്ന ചർച്ചയിൽ ചില പ്രതീക്ഷകളൊക്കെ ഉണ്ടാവുന്നു. ഗസ വെടിനിർത്തൽ കരട് രേഖ ഹമാസ് അംഗീകരിച്ചു. ഇസ്രായേൽ പ്രതികരിച്ചിട്ടില്ല. 15 മാസം പിന്നിട്ട യുദ്ധം അവസാനിപ്പിക്കാൻ US മുൻകൈയെടുത്ത് ഈജിപ്തിൻ്റെയും ഖത്തറിൻ്റെയും മധ്യസ്ഥതയിൽ ദോഹയിൽ നടക്കുന്ന ചർച്ചയിലാണ് കരടുരേഖയായിരിക്കുന്നത്. എങ്ങനെയെങ്കിലും അതൊന്ന് അവസാനിച്ചാൽ മതി. അവിടെ കേൾക്കുന്ന കുഞ്ഞുങ്ങളുടെ വിലാപം അത്രമേലുണ്ട്, നമ്മളുടെ ഹൃദയം പിളർക്കും. അവിടെ ഇനി ജീവിതമേ ഇല്ലാത്ത അവസ്ഥയിലേക്ക് ഗസ മാറ്റപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. മാതൃഭൂമിയിലേക്ക് എത്തിയാൽ പ്രധാനപ്പെട്ട വാർത്തയായി മകരവിളക്കിൻ്റെ ചിത്രത്തിനുമൊപ്പം പുരപ്പുറ സൗരോർജ്ജ സബ്സിഡി ഇനി നേരിട്ട് കേന്ദ്ര സഹായധനത്തോടെയുള്ള പുരപ്പുറ സൗരോർജ്ജ വൈദ്യുതി പദ്ധതി പ്രകാരം രജിസ്റ്റർ ചെയ്യുന്ന ഉപയോക്താക്കൾക്കുള്ള സബ്സിഡി ഇനി മുതൽ നേരിട്ട് അവരുടെ അക്കൗണ്ടുകളിലെത്തും. ഇതിനായി പദ്ധതി നടത്തിപ്പിനുള്ള പെരുമാറ്റച്ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി കേന്ദ്ര പാരമ്പര്യേതര ഊർജ്ജ മന്ത്രാലയം ഉത്തരവിറക്കി. പദ്ധതിയുടെ ഭാഗമായി പ്ലാന്റ് സ്ഥാപിക്കുന്നതിനാവശ്യമായ ചെലവ് സബ്സിഡി കിഴിച്ചാണ് സേവനദാതാക്കൾക്ക് നൽകിയിരുന്നത്. സബ്സിഡി നോഡൽ ഏജൻസികളാണ് അനുവദിക്കുന്നത്. ഇതൊഴിവാക്കി സബ്സിഡി ഉപഭോക്താക്കൾക്ക് നേരിട്ട് ലഭ്യമാക്കാനാണ് തീരുമാനം. കേരളത്തിൽ KSEB ആണ് നോഡൽ ഏജൻസി എന്ന വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ ഇന്നലെ ശ്രദ്ധേയമായ ഒരു ഉത്തരവ് സംസ്ഥാന സർക്കാർ
പുറപ്പെടുവിച്ചിരുന്നു. മുണ്ടക്കി ചൂരൽമല ഉരുൾപൊട്ടലിൽ കാണാതായവരെ മരിച്ചവരായി കണക്കാക്കി ആശ്രിതർക്ക് സഹായധനം നൽകും. കാണാതായവരുടെ പട്ടിക പരിശോധിച്ച് സർക്കാരിന് റിപ്പോർട്ട് നൽകാൻ പ്രാദേശിക സംസ്ഥാന തലങ്ങളിൽ ഉദ്യോഗസ്ഥ സമിതികൾക്ക് രൂപം നൽകി എന്നാണ് ഇന്നലെ വന്ന വാർത്ത. ആ വാർത്ത റിപ്പോർട്ടർ TV അടക്കം പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നതുമാണ്. ഇനി പത്രങ്ങളുടെ എഡിറ്റോറിയൽ കൂടി ഞാനൊന്ന് പ്രേക്ഷകരോട് പറയാം. ശബരിമലയിൽ ഉദിക്കണം വികസന ജ്യോതി എന്ന ഒരു എഡിറ്റോറിയലാണ് മാതൃഭൂമിയുടേത്. ശബരിമലയിൽ തീർത്ഥാടകർക്ക് മികച്ച സൗകര്യങ്ങൾ ഒരുക്കി കൂടുതൽ തീർത്ഥാടകരെ എത്തിക്കുന്നത് ദേവസ്വം ബോർഡിലെ 1000-ലധികം ക്ഷേത്രങ്ങളുടെയും അതിലെ ജീവനക്കാരുടെയും നിലനിൽപ്പിന് അനിവാര്യമാണ്. തീർച്ചയായിട്ടും കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ചും ഇതുവരെയുള്ള ദർശന കാലത്തെ അപേക്ഷിച്ചും മണ്ഡലകാലത്തെ അപേക്ഷിച്ചും വലിയ തിരക്ക് ഇക്കുറിയും ഉണ്ടായി. തിരക്ക് കൃത്യമായി തന്നെ നിയന്ത്രിച്ച് സുഖകരമായ ദർശനം കൊടുക്കാൻ ദേവസ്വം ബോർഡിനും പോലീസിനും കഴിഞ്ഞു എന്നതും നമ്മൾ അറിയേണ്ടതാണ്. പ്രിയപ്പെട്ടവരെ, മനോരമയുടെ എഡിറ്റോറിയൽ കൂടി ഞാനൊന്ന് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം. മലയാള മനോരമയുടെ പത്രത്തിൻ്റെ ഇന്നത്തെ എഡിറ്റോറിയൽ ആത്മവിശ്വാസം എന്ന മുതൽ മുടക്ക്. അത് ഇന്നലെ മലയാള മനോരമ സംഘടിപ്പിച്ച ഒരു യുവ സംരംഭക കൂട്ടായ്മയിൽ നിന്നുള്ള വിശേഷങ്ങളാണ്. മികച്ച ജോലികൾ വിട്ട് സംരംഭകത്വത്തിലേക്ക് എടുത്തു ചാടിയപ്പോൾ വീട്ടുകാരുടെയും നാട്ടുകാരുടെയും ചോദ്യങ്ങൾ മനസ്സ് മടുപ്പിച്ച അനുഭവം പല എന്റർപ്രനേഴ്സും പറഞ്ഞു എന്നാണ് പത്രത്തിൻ്റെ റിപ്പോർട്ടിൽ ഉള്ളത്. US-ന്റെ തീക്കാറ്റിൽ 89,000 പേരെ കൂടി ഒഴിപ്പിക്കും കേട്ടോ. അത് പത്രം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തീക്കാറ്റടങ്ങുന്നില്ല, കൂടുതൽ ഒഴിപ്പിക്കൽ. 100,000-ലേറെ പേരെ മാറ്റിപ്പാർപ്പിച്ചു. അഗ്നിശമന സേനയുടെ രക്ഷാപ്രവർത്തനം ചിലയിടങ്ങളിൽ വൻ തീ കെടുത്തിയെങ്കിലും മണിക്കൂറിൽ 129 കിലോമീറ്റർ വേഗമുള്ള കാറ്റിൽ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. സാന്റ അന എന്ന് പറയുന്ന ചെകുത്താൻ തീയാണ് ലോസ് ഏഞ്ചൽസിനെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഓസ്കാർ നാമനിർദ്ദേശ പ്രഖ്യാപനം നീട്ടി എന്നതും പത്രം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓസ്കാർ നാമനിർദ്ദേശങ്ങളുടെ പ്രഖ്യാപനം 17 നടത്താനിരുന്നത് 23-ലേക്ക് നീട്ടിയെന്ന് അക്കാദമി ഓഫ് മോഷൻ പിക്ചേഴ്സ് ആർട്സ് ആൻഡ് സയൻസ് ലോസ് ഏഞ്ചൽസിലെ കാട്ടുതീ മൂലമാണിത്. മാർച്ച് 2-ാം തീയതിയാണ് ഓസ്കാർ നിശ നടക്കേണ്ടത്. ദേശാഭിമാനിയിലെ തലക്കെട്ട് ശരീരാധിക്ഷേപം വേണ്ട, മേലിൽ ആവർത്തിക്കരുത് എന്ന ഹൈക്കോടതി വിധി തന്നെയാണ് പ്രധാനപ്പെട്ട വാർത്തയായി ദേശാഭിമാനി നൽകുന്നത്. മാധ്യമത്തിന്റെ തലക്കെട്ട് ആശ്വാസം ആശങ്ക എന്ന തലക്കെട്ടിൽ വയനാട് ഉരുൾ ദുരന്തത്തിൽ ഇരകൾക്ക് ആശ്വാസമായി സർക്കാർ തീരുമാനം, പുനരധിവാസത്തിന് വെല്ലുവിളിയായി നിയമ നടപടി. ഹാരിസൺസ് കേസ് കൊടുക്കാൻ വേണ്ടി പോകുന്നു. ഭൂമി ഏറ്റെടുക്കലിനെതിരെ അപ്പീലുമായി ഹാരിസൺ എന്നാണ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തയായി വിവിധ പത്രങ്ങളിൽ ഉള്ളത്. അതോടൊപ്പം തന്നെ മാധ്യമത്തിൻ്റെ എഡിറ്റോറിയൽ കൂടി നമുക്കൊന്ന് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം. അത് RSS മേധാവിയുടെ യഥാർത്ഥ സ്വാതന്ത്ര്യ ദിനം. ഇന്നലെ നമ്മൾ ചർച്ച ചെയ്ത വിഷയമാണ്. പ്രാണപ്രതിഷ്ഠാ ദിനമാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് മോഹൻ ഭഗവത് ഇൻഡോറിൽ പറഞ്ഞിരുന്നു. അത് എഡിറ്റോറിയലാക്കി മാറ്റുന്നു. ജനങ്ങളുടെ ഉപജീവനമാണ് പ്രധാനമെന്ന് വാദിക്കുന്നവരോടുള്ള ഭഗവതിൻ്റെ ചോദ്യം, ഇത്രയും കാലം സോഷ്യലിസം പോലുള്ള പ്രത്യയശാസ്ത്രങ്ങൾ കൊണ്ടു നടന്നിട്ടും രാജ്യം എവിടെ എത്തി എന്നാണ്. എന്തായാലും അത് വലിയ വിവാദമായി കഴിഞ്ഞിരിക്കുന്നു. പ്രതിഷ്ഠാ ദിനം എന്നുള്ളത് ജനുവരി 22-ാം തീയതിയാണ്. ഇക്കുറി അത് ജനുവരി 21 ഹിന്ദു കലണ്ടർ അനുസരിച്ച്. പുതുതലമുറ വിദ്യാഭ്യാസത്തിലേക്ക് കേരളം എന്ന തലക്കെട്ടിൽ ദേശാഭിമാനിയുടെ എഡിറ്റോറിയലുണ്ട്. വേദങ്ങളും വൈദിക കർമ്മങ്ങളിലുമുള്ള അറിവിൻ്റെ പേരിലാണ് ജാതി ബ്രാഹ്മണ്യം മഹാഭൂരിപക്ഷം വരുന്ന ജനതയ്ക്കുമേൽ അധീശത്വം സ്ഥാപിച്ചത്. വേദേതിഹാസങ്ങളും പുരാണങ്ങളും വിദ്യാഭ്യാസത്തെ കൊണ്ടുചെന്ന് കെട്ടി മഹാഭൂരിപക്ഷത്തെ അടിമകളാക്കാനുള്ള ശ്രമമാണ് രാജ്യത്ത് നിന്ന് നടക്കുന്നത് എന്ന് ദേശാഭിമാനി എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നു. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതൊക്കെയാണ് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാനപ്പെട്ട വാർത്തകൾ.